മൂന്നാറിൽ വ്യാജരേഖയുണ്ടാക്കി വ്യാപക തട്ടിപ്പ് നടന്നെന്ന് ഹൈക്കോടതി. പട്ടയ വിതരണത്തിലെ വിവരശേഖരണത്തിലടക്കം വീഴ്ചയെന്ന് കോടതി. മൂന്നാറിലെ ഭൂമി ഇടപാട് പരിശോധിക്കാൻ സ്പെഷ്യൽ ഓഫീസർ വേണമെന്നും നിർദ്ദേശം. അത്രയും നമ്മൾ പറയുന്നുള്ളൂ. നമുക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല. എരഞ്ഞോളി സ്ഫോടനത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി മരിച്ച വേലായുധന്റെ അയൽവാസി. നേരത്തെയും പ്രദേശത്ത് ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പോലീസിനെ അറിയിക്കാതെ പാർട്ടി പ്രവർത്തകർ എടുത്തുമാറ്റി. സഹികെട്ടാണ് പ്രതികരിക്കുന്നതെന്നും അയൽവാസി സീന. എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ തലശ്ശേരി മേഖലയിൽ വ്യാപക റെയ്ഡ്. തലശ്ശേരി, പാനൂർ, ചൊക്ലി പ്രദേശങ്ങളിൽ പരിശോധന. എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനം സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. CPM-ന്റെ ചിഹ്നം പോയാൽ ബോംബ് ചിഹ്നമാക്കാം. CPM ബോംബ് നിർമ്മാണത്തിന് പ്രോത്സാഹനം നൽകുന്നുവെന്നും പ്രതിപക്ഷം. കുടിൽ വ്യവസായം പോലെ ബോംബ് നിർമ്മിക്കുന്നെന്ന് VD സതീശൻ. എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനത്തിൽ മുഖം നോക്കാതെ നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പഴയ കാര്യങ്ങൾ പറയേണ്ടതില്ലെന്നും DCC ഓഫീസിൽ ബോംബ് പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. ബോംബ് നിർമ്മാണങ്ങൾ നടക്കുന്നത് CPM നേതാക്കന്മാരുടെ അറിവോടെയെന്ന് K. സുരേന്ദ്രൻ. കണ്ണൂരിൽ സംഘർഷാവസ്ഥ ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമം. കണ്ണൂർ CPM കേന്ദ്രങ്ങളിൽ ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ടെന്നും സുരേന്ദ്രൻ. സംസ്ഥാനത്ത് കഴിഞ്ഞ 8 വർഷത്തിനിടെ ഗുണ്ടാ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 32 പേർ. 212 ഗുണ്ടാ ആക്രമണ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 226 പേർക്ക് പരിക്കേറ്റെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ. കാക്കനാട് അത്താണിയിൽ കാർ സൂപ്പർ മാർക്കറ്റിലേക്ക് ഇടിച്ചു കയറി 4 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരിൽ 2 വയസ്സുള്ള കുട്ടിയും. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരം. തിരുവനന്തപുരത്ത് ചികിത്സ കിട്ടാതെ രോഗി മരിച്ചതിൽ പരാതിയുമായി കുടുംബം. പരാതി SK ആശുപത്രിക്കെതിരെ. 5.5 മണിക്കൂർ ഒരു വിധത്തിലുള്ള ചികിത്സയും ലഭിച്ചില്ലെന്ന് ബന്ധുക്കൾ. മരിച്ചതിനു ശേഷം പരിശോധനകൾ പോലും നടത്താൻ തയ്യാറായില്ലെന്നും ആരോപണം. പത്തനംതിട്ട കൊടുമണ്ണിൽ നാടകീയ രംഗങ്ങൾ. കോൺഗ്രസിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ്. റോഡ് അളക്കേണ്ടത് റവന്യൂ ഉദ്യോഗസ്ഥരെന്ന് കോൺഗ്രസ്. മോഹൻലാൽ വീണ്ടും അമ്മ പ്രസിഡന്റ്. മോഹൻലാൽ തെരഞ്ഞെടുക്കപ്പെട്ടത് എതിരില്ലാതെ. ജഗദീഷ്, ജയൻ ചേർത്തല, മഞ്ജു പിള്ള എന്നിവർ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളും. സിദ്ദിഖ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവർ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥികളുമാണ്. എറണാകുളത്തെ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. നഗരസഭാ ഹെൽത്ത് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത്. പറവൂരിലെ 6 ഹോട്ടലുകൾക്ക് നോട്ടീസ്. 25,000 രൂപ പിഴയടയ്ക്കാൻ നിർദ്ദേശം. കണ്ണൂരിലും പാലക്കാടും KSU പ്രതിഷേധം. കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണം. കണ്ണൂർ യൂണിവേഴ്സിറ്റി 4 വർഷ ഡിഗ്രി സിലബസ് പ്രസിദ്ധീകരിക്കണമെന്നും ആവശ്യം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ചിന് രേഖകൾ കൈമാറിക്കൂടെ എന്ന് ഹൈക്കോടതി. ED പിടിച്ചെടുത്ത രേഖകൾ നൽകണമെന്നാവശ്യം. കോടതിയുടെ ചോദ്യം രേഖകൾ നൽകുന്നതിലെ ED എതിർപ്പിനെ തുടർന്നു. മുൻഗണന നഷ്ടപ്പെട്ട ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നതെന്ന് VD സതീശൻ. ജീവാനന്ദം പദ്ധതിയെക്കുറിച്ച് കൂടിയാലോചനകൾ നടന്നിട്ടില്ല. പദ്ധതിയുടെ ഉദ്ദേശം ഇപ്പോഴും അവ്യക്തമാണെന്നും പ്രതിപക്ഷ നേതാവ്.
തിരുവനന്തപുരം കഴക്കൂട്ടത്ത് 5 നാടൻ ബോംബുകൾ കണ്ടെത്തി. കഴക്കൂടം ബസ് സ്റ്റാൻഡിലാണ് നാടൻ ബോംബുകൾ കണ്ടെത്തിയത്. ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും മാർക്കറ്റിൽ പരിശോധന നടത്തി. അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ജൂലൈ 3 വരെ നീട്ടി. അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ച് കെജ്രിവാളിന്റെ അഭിഭാഷകൻ. കൊല്ലത്ത് കാർ കത്തി മരണം ആത്മഹത്യ എന്ന് സംശയം. മരിച്ച ജെയ്നു പെട്രോൾ വാങ്ങുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. കാർ നിർത്തിയിട്ട ശേഷം ജെയ്നു ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തിയെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പെരിയാർ മത്സ്യക്കുരുതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് കുഫോസ്. സൾഫൈഡിന്റെയും അമോണിയയുടെയും അമിത അളവെന്ന റിപ്പോർട്ടിൽ മീനുകൾ ചത്തുപൊങ്ങിയത് പെരിയാർ മലിനമായി 1 മണിക്കൂറിനുള്ളിൽ. AI സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും കുഫോസിന്റെ നിർദ്ദേശം. പത്തനംതിട്ടയിൽ പീഡനക്കേസ് പ്രതി CPM നേതാവിനെ പാർട്ടി തിരിച്ചെടുത്തു. തിരുവല്ല ലോക്കൽ കമ്മിറ്റി അംഗം CC സജിമോനെയാണ് തിരിച്ചെടുത്തത്. നടപടി അന്വേഷണ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന്. സജിമോനെതിരെയുള്ളത് 2 പീഡനക്കേസുകൾ. മഞ്ഞപ്പിത്ത ഭീതി വിട്ടൊഴിയാതെ എറണാകുളം മൂവാറ്റുപുര. വേങ്ങൂരിൽ മാത്രം ഇതുവരെ 249 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഹെപ്പറ്റൈറ്റിസ് B രോഗബാധിതരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. 2 പേർ ഇതിനോടകം രോഗം ബാധിച്ച് മരിച്ചു. വയനാട്ടിൽ മേപ്പാടിയിൽ വീടിനോട് ചേർന്നുള്ള ചായ്പിൽ പുലി. വളർത്തുപട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത്. വയനാട്ടിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. വീടിന് സമീപത്തെ വയലിൽ മേയാൻ കെട്ടിയ പശുവിനെ കടുവ ആക്രമിച്ചു. പശുവിന്റെ ഇരുകാലുകൾക്കും സാരമായി പരിക്കേറ്റു. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കടുവാ ഭീതിയിൽ പ്രദേശവാസികൾ. പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരിയുടെ ഭർത്താവ് ഹൈക്കോടതിയിൽ. കേസ് റദ്ദാക്കാനുള്ള യുവതിയുടെ സത്യവാങ്മൂലവും ഹർജിക്കൊപ്പം. രാഹുൽ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി പോലീസിന് നോട്ടീസ് അയച്ചു. CPM സംസ്ഥാന സമിതി യോഗം 2ാം ദിവസവും തുടരുന്നു. ഇന്നലെ ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ വിമർശനമുയർന്നിരുന്നു. തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് ഭരണവിരുദ്ധ വികാരമെന്നും വിമർശനം. തിരുത്തൽ നടപടികൾ ശക്തമാക്കണമെന്ന ആവശ്യം. കാക്കനാട് DLF ഫ്ളാറ്റിലെ രോഗബാധയിൽ ഫ്ളാറ്റ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ താമസക്കാർ. 2 വയസ്സുള്ള കുട്ടിയുടെ നില മോശമെന്ന് പിതാവ്. കാര്യങ്ങൾ വഷളായത് അസോസിയേഷൻ ഭാരവാഹികൾ. നിയമ നടപടി സ്വീകരിക്കും. 2 ആഴ്ചക്കിടെ രോഗമുണ്ടായത് 441 പേർക്കെന്ന് ആരോഗ്യവകുപ്പ്. മംഗഫ് തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 12.5 ലക്ഷം രൂപ നൽകാൻ കുവൈറ്റ് തീരുമാനം. എംബസികൾ മുഖേന പണം വിതരണം ചെയ്യും. കുവൈറ്റ് അമീറിന്റെ ഉത്തരവ് പ്രകാരമാണ് തീരുമാനം.